മോളെ, എത്ര നേരമായി ഇങ്ങനെ ഇരിക്കുന്നു? എന്താ മോൾക്ക് ഒരു വിഷമം? പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞോണ്ടാണോ? അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം കേട്ടോ. മോള് വിഷമം, മോൾക്ക് 100 വയസ്സാണ്. ഇപ്പൊ പറഞ്ഞല്ലോ മോളുടെ കാര്യം. എന്താ കാര്യം? ഒന്നും പറയണ്ട ടീച്ചറെ. മാളൂന് പരീക്ഷയിൽ മാർക്ക് തീരെ കുറവാണ്. അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആഹാ, നല്ല കാര്യം. വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ 100% വിജയം. എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട്. അതിന്റെ മധുരം ഇതാ ടീച്ചറെ. മാളുവിന്റെ കാര്യം ഞാൻ ശരിയാക്കാന്നേ, പേടിക്കണ്ട അല്ലേ മാളു? 5 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്, CBSE, ICC വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ക്ലാസുകൾ വെള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ലഭ്യമാണ്. 100% വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ, പാഞ്ഞാൾ ആൻഡ് ചെറുതുരുത്തി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവുമായി മേപ്പാടം യുവജന കമ്മിറ്റി. മേപ്പാടം യുവജന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മികവ് എന്ന പേരിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ചടങ്ങിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രശസ്തി നേടിയ യുവ സംവിധായകൻ ഷാനു കാക്കൂർ, അണ്ടർ-19 ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ അംഗമായ അൽസാബിത്ത്, കഥാകൃത്ത് പ്രീത വിജയ് എന്നിവരെ ആദരിക്കുകയും ചെയ്തു. കെ രാധാകൃഷ്ണൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി തന്നെ കഴിഞ്ഞ SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ഇവിടെ നടക്കുന്ന ഈ അനുമോദന യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അവർക്ക് എല്ലാ വിധത്തിലുള്ള നന്മകളും വിജയവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുക. നമ്മുടെ പാവപ്പെട്ടവരുടെ കുട്ടികൾ പഠിക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെൻറ് പ്രഖ്യാപിത നയമായി സ്വീകരിച്ചു. ലാഭനഷ്ട കണക്കിൻ്റെ പേരിൽ സ്കൂളുകൾ അടച്ചുപൂട്ടുക എന്ന സമീപനത്തിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചു. എല്ലാ കുട്ടികൾക്കും മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യവും മെച്ചപ്പെട്ട പഠനവും ഒരുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനമെടുക്കുകയും പൊതുവിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്തു. നമ്മുടെ ഈ ഗവൺമെൻറ് കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഭൗതിക സാഹചര്യം ഒരുക്കാൻ വേണ്ടി സാമ്പത്തിക പ്രയാസവും പ്രതിസന്ധിയും എല്ലാം ഉണ്ടായിട്ടും 8000 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഒരുപക്ഷെ അത് സർവകാല റെക്കോർഡായി. 8000 കോടി രൂപയാണ് നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെലവഴിച്ചത്. 45,000-ലധികം ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ സ്ഥാപിക്കുന്നുണ്ട്. കാരണം പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളാണ് ഈ പറയുന്ന ഡിജിറ്റൽ പഠന സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യയടക്കം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ടാകും. അതുകൊണ്ടാണ് ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ പണിയാൻ വേണ്ടി തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തത്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചത്. ആദ്യമായിട്ടൊരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് നമ്മുടെ കേരളത്തിൽ. നമ്മുടെ കുട്ടികൾക്ക് ഏതറ്റം വരെ പഠിച്ച് വളർന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഗവൺമെൻറ്. ഒരു സമൂഹത്തിലെ വ്യക്തികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം. ആ മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾക്ക് വളർന്നു വരാനുള്ള അവസരം. മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ KS ഹംസ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. എന്താ കാര്യം? അതിനുപോലെ തന്മാത്ര വണ്ടി എന്നാണ് പറയുക. ഈ തലമുടിയുടെ ഒരു ചെറിയ കണിക 1000 വട്ടം വീണ്ടും വീണ്ടും മുറിച്ചാൽ എത്ര ഉണ്ടാവും? കണ്ണിൽ കാണാൻ കഴിയാത്ത അത്ര ചെറിയ വണ്ടി. എന്താ ഉണ്ടായി? തന്മാത്രകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, മോളിക്യൂൾസ്. ആ കാറിൻ്റെ പണി എന്താണെന്നോ, ആ കാർ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ കത്തി എത്താൻ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ചില ഡിസ്കുകളൊക്കെ ഉള്ളിൽ ചെന്ന് അവിടെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിങ്ങനെ പോയി കോടിക്കണക്കിന് വണ്ടികളല്ല ഇങ്ങനെ പോയി അവിടെ ഇങ്ങനെ തുറന്ന് JCBയുടെ പണി കിട്ടും. എന്നാൽ ആ സാധനം അവിടുത്തെ ഗ്രോത്ത് എടുത്തു കൊണ്ടുപോയി പുറത്ത് ഡെപ്പോസിറ്റ്.
പിന്നെ ഇവിടുന്ന് മരുന്ന് ഏറ്റി വാങ്ങിക്കൊണ്ട് ഈ വണ്ടികൾ വീണ്ടും പോയി അവിടെ മരുന്ന് ഡെപ്പോസിറ്റ് പോകും. ഓപ്പറേഷൻ വേണ്ട, ആരും കാണുന്നില്ല. മനുഷ്യന്റെ ഗവേഷണത്തിൽ നിൽക്കുന്നതിൻ്റെ തലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധവാന്മാരാക്കാനും ജിജ്ഞാസ പകരാനുമാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. ഒരു കഥയും കൂടി പറയാം. 2034 ആകുമ്പോഴേക്ക് നാസ ഒരു ധൂമകേതുവിന് പിറകെ നടക്കുകയാണ്. ആകാശത്തിൻ്റെ ഒരു ചിഹ്നഗ്രഹം അവനെ ഭൂമിയിലേക്ക് എത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഭൂമിയിലേക്ക് എത്തിച്ചാലുള്ള മാറ്റം എന്താണ്? ഭൂമിയിൽ എന്നുള്ള സാമ്പത്തിക ഗതിവിഗതികൾ മുഴുവനും താറുമാറായിപ്പോൾ. കാരണം എന്താണെന്നോ, അത്രക്ക് പ്രഷ്യസ് സ്റ്റോണ്, ഗോൾഡ്, പ്ലാറ്റിനം പോലെയുള്ള പ്രഷ്യസ് സ്റ്റോണുകൾ കൊണ്ട് സമ്പന്നമാണത്. ഇന്നിപ്പോൾ ഭൂലോകത്തുള്ള മുഴുവൻ ജലാചര വസ്തുക്കൾ, ഞാനിട്ട ഷർട്ട്, നിങ്ങളിട്ട കുപ്പായം, ചെരുപ്പടക്കം കണക്കാക്കിയാൽ $70,000 ട്രില്യൺ മൂല്യമാണത്. ലോകത്തിൽ മുഴുവൻ വസ്തുക്കളും വില കെട്ടിയത്. പക്ഷേ ഈ സാധനത്തെ ഭൂമിയിൽ എത്തിച്ചാൽ അതിന് വില എത്രയെന്നല്ലോ, $10,000 quadrillion എന്നാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലാമോ? ക്വാഡ്രില്യൻ എന്ന് പറഞ്ഞാൽ 1000 ട്രില്യൺ കൂടിയതാണ് ഒരു ക്വാഡ്രില്യൻ. അങ്ങനെ $10,000 quadrillion മൂല്യമുള്ള ഒരു സാധനത്തിന്റെ പിന്നാലെ നാസപ്പുകയാണ് പിടിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരാനാണ്. ഇവിടുത്തെ സകലമാന വിലകളും വാല്യൂഷനും ഒക്കെ തയ്യാറായി പോകില്ലേ? അപ്പോൾ കാലം നമ്മൾ കാണുന്നതിനേക്കാൾ ബഹുദൂരം ഓടിക്കൊണ്ടിരിക്കുന്ന കാലം. സയൻസും ടെക്നോളജിയും അതിൻ്റെ ഉത്തുംഗതയിൽ വിലസിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ മേപ്പാടം സെന്ററിൽ പ്രതിഭയുടെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ഷലീൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ LC ബേബി, മുൻ പഞ്ചായത്ത് മെമ്പർ വിനോദ് പന്തലാടി, യുവസംവിധായകൻ ശ്രീനാഥ്, മേപ്പാടം യുവജന കമ്മിറ്റി ഭാരവാഹികളായ KM റസാഖ്, അബു താഹിർ, PM റഫീഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അബ്ദുൾ റഹീം, അഷ്റഫ് A, നൌഷാദ് KM, ആദിൽ, ആഷിഖ്, അൻസിൽ, നിഹാൽ, അജ്മൽ, ഷെരീഫ്, കോടത്ത്, അബ്ദുൾ ഹമീദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. Under 19 Indian football. എല്ലാവരും കൈയടിച്ച് നോക്കാൻ. അഭിനവ് കേജി, कार्तिक पीरी, अंशा आशिक, अंजोला, सिनान, अंधा के जालिया अभिराम केजी, सिनान कन्या, बहाना के फातिमा शाहिर, കുട്ടികൾ വന്നവരാണ് പേര് വിളിക്കാമോ? അലീന ബൈജു, തരുണിക സബ അഹമ്മദ്, ഫഹിമിക TA, ആദർശ് PS, ഷാഫിൽ PS, ഷംന നസ്രീൻ, ഷംഷിയ KA, ഖാന TA, ഫർഹാന ന്യൂസ് ഡെസ്ക് CCV.